ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ബുക്കിറ്റ് ബിൻഡാങ്ങിലെ ഫുഡ് സ്ട്രീറ്റ്. ഈ ഒരു സ്ട്രീറ്റ് അങ്ങ് വിശാലമായി നീണ്ടു കിടക്കുന്ന വലിയൊരു സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിൻ്റെ രണ്ടു വശവും വിവിധ തരം ഭക്ഷണങ്ങളാണ്. പല പല രാജ്യങ്ങളുടെ വിവിധ തരം ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടുന്ന് രുചിക്കാൻ കഴിയും. പ്രധാനമായിട്ടും തായ് വിഭവങ്ങളും അതുപോലെ തന്നെ വിയറ്റ്നാം വിഭവങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. തായ് ഭക്ഷണമൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, അത് വിയറ്റ്നാം ഭക്ഷണം ഭയങ്കര ടേസ്റ്റാണ്. വിയറ്റ്നാമീസ് പോർക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് എല്ലാതരം മീറ്റും, ചിക്കനും ബീഫും മട്ടണും പോർക്കും ഒക്കെ അങ്ങനെ വിവിധ തരം പല പല ചെറിയ ചെറിയ കടകളിൽ വിവിധ തരം ഭക്ഷണങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് നടക്കുന്നത് തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ടൂറിസ്റ്റുകളുടെ ഒരു ഒഴുക്കാണ് ഈ ഭാഗത്ത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നേരം വെളുക്കുവോളം വിവിധ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകൾ, നമ്മുടെ ഇന്ത്യൻസ് ഉൾപ്പെടെ, ഇന്ത്യൻസ് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. മലയാളി ടൂറിസ്റ്റുകൾ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇന്ത്യൻ ഭക്ഷണം ലഭിക്കുന്നത് കണ്ടില്ല, നമ്മുടെ പാനിപൂരി, അതിവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ ഒത്തിരി ദൂരം നടന്നു. അങ്ങനെ വിവിധ തരം ഭക്ഷണങ്ങളൊക്കെ കണ്ട് വിവിധ തരം ആൾക്കാരെ ഒക്കെ കണ്ടിങ്ങനെ നടക്കണം. ഭയങ്കര രസമാണ്. ഈ റെസ്റ്റോറൻറ്റുകളിൽ തന്നെ ഒരു ബിയറും സെർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ബിയർ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിയറും മേടിച്ച് കഴിക്കാം. ഞങ്ങൾ എന്തെങ്കിലും ഇവിടുത്തെ വെറൈറ്റി ഭക്ഷണം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തിടത്തോളമാണ് ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ ഉള്ളത്. പല രാജ്യങ്ങളുടെ പല വെറൈറ്റി ആയിട്ടുള്ളത്. ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ചെയർ ഇട്ടിട്ടുണ്ട്. ഈ നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലുമായിട്ട് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെയും പുറത്താണ് ഈ ചെയർ ഇട്ടിരിക്കുന്നത്. അവിടെ ഈ പുറത്തിരുന്നതിന് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ ബിയർ വേണമെങ്കിൽ ബിയർ മേടിച്ച് കഴിക്കാം. ചിക്കൻ്റെ പല പല വിഭവങ്ങളാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ കണ്ട് മുന്നോട്ട് അങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് ഒക്ടോപ്പസ്, ഒരു തട്ടുകടയിൽ ഒക്ടോപ്പസ് അവർ എന്താ പറയുന്ന മസാലയൊക്കെ ഇട്ട് വേവിച്ച് ഒരു ബൗളിലിട്ട് കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ നമുക്ക് ഒക്ടോപ്പസ് തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണേ പറഞ്ഞോളൂ. കാരണം അത് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഒരെണ്ണം പറഞ്ഞു. അതെടുത്തിട്ട് അവർ റെഡിയാക്കുക. ഇത് ഓൾറെഡി എന്തോ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയോ മസാല കലക്കി വെച്ച വെള്ളമൊക്കെ ഒഴിച്ച് അത്യാവശ്യം ഒന്ന് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒന്ന് ചൂടാക്കി കുറച്ച് പെപ്പറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ബൗളിലാക്കി തരിക ചെയ്യുന്നത്. ഈ ഒക്ടോപ്പസിനെ അവർ കട്ട് ചെയ്തിടുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുന്ന ഒരു റബ്ബർ പീസ് കട്ട് ചെയ്തിടുന്നത് പോലെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അത് പാകം ചെയ്ത് നോക്കിയാണ്. അപ്പോഴത്തേക്ക് തൊട്ടടുത്ത് ക്രാബിനെ അവർ കട്ട് ചെയ്ത് ആ ക്രാബിൻ്റെ അകത്തുള്ള ഫ്ലഷ് മാത്രം എടുത്ത് കൊടുക്കുന്നുണ്ട്. അതും ഭയങ്കര ടേസ്റ്റാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് അത് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത് കഴിക്കാനായിട്ട്. വളരെ രസകരമാണ്. കട്ട് ചെയ്ത് എടുക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു ഭയങ്കര രസമുണ്ട്. അങ്ങനെ തിരിച്ച് ഞാൻ ഓർഡർ ചെയ്ത കടയിലേക്ക് തന്നെ വന്നു. ഒക്ടോപ്പസ് ഓർഡർ ചെയ്ത കടയിലേക്ക് തന്നെ വന്നു. ഏകദേശം വിഭവം റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഈ ബൗളിലേക്ക് ഇട്ട് തന്നു. ഞങ്ങൾ കുറച്ച് കഴിച്ചു. ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ ടേസ്റ്റൊന്നുമല്ല. ഞാനൊരു 2-3 പീസ് കഴിച്ചിട്ട് എനിക്ക് മതിയായി. പിന്നെ ഞാനത് കഴിക്കാൻ നിന്നില്ല. അപ്പോൾ മലേഷ്യ കാണുമ്പോൾ പോകുന്നവർ മസ്റ്റായിട്ട് ഈ സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.